ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിൽ ഒന്നാണ് 4 ബെഡ്റൂമുകളും അതിൽ പ്രധാനപ്പെട്ട പവർ റൂമും എന്നത്. ബിഗ് ബോസ് വീട്ടിലെ 3 ചെറു റൂമുകൾ കഷ്ടപ്പാടിന്റെ പ്രതീകങ്ങളായിട്ടാണ് ബിഗ് ബോസ് തയ്യാറാക്കിയിരിക്കുന്നത്. മറ്റൊന്ന് ക്യാപ്റ്റൻ അടക്കം പവർ ടീം അംഗങ്ങൾ അടക്കം താമസിക്കുന്ന പവർ റൂമാണ്. പവർ റൂമിലുള്ളവർക്ക് ചില പ്രത്യേക അധികാരങ്ങളുണ്ട് എന്ന് ആദ്യം മുതൽ പറയുന്നുണ്ട്. എന്നാൽ 3ാമത്തെ എപ്പിസോഡിൽ അഥവാ 2ാമത്തെ ദിവസമാണ് ബിഗ് ബോസ് അത് പൂർണ്ണമായി മത്സരാർത്ഥികളോടും പ്രേക്ഷകരോടും പറയുന്നത്. അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാമാണ്. ക്യാപ്റ്റനും പവർ ടീമിലുള്ളവരും ചേർന്നാണ് മറ്റുള്ളവർ ഏത് റൂമുകളിൽ താമസിക്കണം എന്ന് തീരുമാനിക്കുന്നത്. രണ്ടാമതായി, പവർ ടീമിലുള്ള ഒരംഗത്തെ പോലും മറ്റുള്ളവർക്ക് നോമിനേറ്റ് ചെയ്യാൻ കഴിയില്ല. എന്നാൽ അതേസമയം പവർ ടീമിലുള്ള അംഗങ്ങൾക്കാകട്ടെ എലിമിനേഷൻ പ്രോസസ്സിലേക്ക് മറ്റു ടീമിലുള്ള അംഗങ്ങളിൽ നിന്നും ഒരാളെ ഡയറക്റ്റായി നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ജയിലിലേക്ക് പോകേണ്ട ഒരു മത്സരാർത്ഥിയെ തീരുമാനിക്കുന്നതും പവർ ടീമിലെ അംഗങ്ങൾ ചേർന്നായിരിക്കും. വീട്ടിലെ എല്ലാ ടീം അംഗങ്ങൾക്കും വേണ്ട പലചരക്ക് സാധനങ്ങൾ മേടിക്കാനുള്ള ഉത്തരവാദിത്തം, ഷോപ്പ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം പവർ ടീമിലെ അംഗങ്ങൾക്കായിരിക്കും. ബിഗ് ബോസ് വീട്ടിൽ എന്തൊക്കെ പാചകം ചെയ്യണം എന്ന് നിശ്ചയിക്കാനുള്ള അധികാരവും ഈ പവർ ടീമിലെ അംഗങ്ങൾക്കായിരിക്കും. ജയിലിലേക്ക് പോകാൻ ഒരാളെ പവർ ടീമിലെ അംഗങ്ങൾക്ക് നോമിനേറ്റ് ചെയ്യാൻ കഴിയും. അതേസമയം പവർ ടീമിലുള്ള ഒരാളെ പോലും ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ മറ്റ് ടീമുകളിൽപ്പെട്ട അംഗങ്ങൾക്ക് കഴിയുകയുമില്ല. കിച്ചണിലെ പലചരക്ക് സാധനങ്ങൾ കബോർഡുകളിലാക്കി സൂക്ഷിക്കാനും ആ ബോർഡിന്റെ കീ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും പവർ ടീമിലെ അംഗങ്ങൾക്കാണ്. ഈ പവർ ടീം അംഗങ്ങളുടെ സമ്മതമില്ലാതെ മറ്റാർക്കും കിച്ചണിൽ നിന്ന് ഒരു സാധനം പോലും എടുക്കാനുള്ള അധികാരം ഉണ്ടായിരിക്കുന്നതല്ല. പവർ ടീമിലെ അംഗങ്ങൾക്ക് പവർ മണി എന്ന ഒരു ബെനിഫിറ്റ് ലഭിക്കും. പവർ മണി ബിഗ് ബോസ് ഹൗസിൽ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന മത്സരാർത്ഥികൾ ആരൊക്കെയാണോ അവർക്ക് വീതിച്ച് നൽകാനുള്ള അധികാരവുമുണ്ട്. പവർ ടീം അല്ലാത്ത മറ്റു 3 ടീമുകളിൽ ഒരു ടീമിന് പവർ ടീമിന്റെ അധികാരം ഏറ്റെടുക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: മറ്റു 3 ടീമുകൾ തമ്മിൽ ചലഞ്ച് വിജയിച്ച് ഒരു ടീം മുന്നോട്ട് വരണം. ആ വിജയിച്ചു വരുന്ന ടീം പവർ ടീമുമായി മത്സരിക്കണം. ആ മത്സരത്തിൽ പവർ ടീമിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞാൽ വിജയിച്ച ടീമിന് പവർ ടീമിന്റെ സ്ഥാനത്തേക്ക് എത്താൻ കഴിയും. മറ്റൊരു സവിശേഷ അധികാരം, പവർ ടീമിലെ അംഗങ്ങൾക്ക് അവരുടെ ജോലികൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടി മറ്റൊരു അംഗത്തെ തിരഞ്ഞെടുത്ത് ജോലികൾ ചെയ്യിക്കാവുന്നതാണ് എന്നതാണ്. ഈ സീസണിന്റെ മറ്റൊരു മാറ്റപ്പിടുത്തമായ ഈ പവർ ടീമും പവർ റൂമും എല്ലാം വളരെ നന്നായിട്ടുണ്ട്. ഇത് മത്സരാർത്ഥികൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം.